മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി പിണറായി വിജയൻ. കുടുംബാംഗങ്ങളുടെ പരാതി കേട്ട അദ്ദേഹം തെരച്ചിലിലെ വീഴ്ചയിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി. വിഴിഞ്ഞത്തെ ദുരന്തത്തിൽ കേന്ദ്ര സഹായത്തിനു വേണ്ടി രാജീവ് ചന്ദ്രശേഖരെ ഒരു മന്ത്രി ബന്ധപ്പെട്ടത് എന്തിനെന്ന് പിണറായി വിജയൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ മന്ത്രി ഇങ്ങനെ അഭ്യർത്ഥന നടത്തില്ല, എന്തിന് ഇങ്ങനെയൊരു നിലപാടെന്നും ചോദ്യം. കൂടുതൽ വിവരങ്ങളുമായി സനിസ ശോഭചന്ദ്രൻ ചേരുകയാണ്. സനിസ, എന്തായാലും മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെടാൻ മന്ത്രി അല്ലാത്ത മറ്റൊരാളെ, ഒരു BJP സംസ്ഥാന അധ്യക്ഷനെ ഇന്നലെ വേണ്ട ഒരു സാഹചര്യം വേണ്ടിവരില്ല എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. അത് ചൂണ്ടിക്കാണിച്ച് വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതെ, ഇന്ന് വിഴിഞ്ഞത്ത് ജോണിന്റെ വീട്ടിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് സന്ദർശിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ്. അതിനിടയിലാണ് ഈ ഒരു വിഷയം പ്രതിപക്ഷ നേതാവ് അതീവ വിമർശനത്തോടെ ഉന്നയിച്ചത്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഒരു മന്ത്രി തന്നെ വിളിച്ചെന്നും സഹായം അഭ്യർത്ഥിച്ചുമെന്നുമായിരുന്നു പ്രസ്താവന ഇറക്കിയത്. അതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയോട് ഈ കാര്യം പറഞ്ഞെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും അറിയിച്ചെന്നും അതിനെ തുടർന്നാണ് ഈ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നാവികസേനയും തെരച്ചിലിനായി വന്നത് എന്ന പ്രസ്താവനയാണ് നടത്തിയത്. ഇതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവിന്റെ രൂക്ഷ വിമർശനം. എന്തിനാണ് ഇതൊരു വിചിത്ര സംഭവമാണല്ലോ, എന്തിനാണ് ഒരു മന്ത്രി അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിച്ച് അഭ്യർത്ഥിക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് വരുന്നത്? സർക്കാരിന് ഇപ്പോൾ പിണറായി വിജയന്റെ ഭരണകാലത്താണെങ്കിലും ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ തുടരെ വന്നിട്ടുണ്ട്. ആ സമയത്ത് കേന്ദ്ര സഹായം സർക്കാർ തന്നെയാണ് തേടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഒരു മന്ത്രി അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനോട് സഹായം അഭ്യർത്ഥിച്ചത്? കൂടാതെ തന്നെ മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലാതെ ഇത്തരം ഒരു മന്ത്രി ഒരു അഭ്യർത്ഥന നടത്തില്ലല്ലോ എന്നും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ തന്റെ കാലത്ത് ഈ നേവിയെ അടക്കം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നേവിയുടെ സഹായം ലഭിച്ചു. അപ്പോൾ തന്നെ നേവിയെ പ്രശംസിച്ചതടക്കം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ എന്തുകൊണ്ടാണ് സർക്കാർ നേരിട്ട് കേന്ദ്രത്തെ ബന്ധപ്പെടാത്തത്, നേരിട്ട് ഈ അവരുടെ സഹായം അഭ്യർത്ഥിക്കാത്തത്, നേവിയുടെ അടക്കം സഹായം അഭ്യർത്ഥിക്കാത്തത് എന്ന ഒരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉയർത്തുന്നത്. ഇപ്പോൾ വിഴിഞ്ഞത്ത് ജോണിനായിട്ടുള്ള തിരച്ചിലാണെങ്കിൽ തന്നെ കന്യാകുമാരി അതുപോലെ തന്നെ രാമേശ്വരം ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തണമെന്ന് കുടുംബം മുന്നേ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഇതിലൊരു നടപടി ഉണ്ടാക്കുമെന്നും പറഞ്ഞതാണ്. പക്ഷേ അവിടെ കേന്ദ്രത്തിന്റെ കോസ്റ്റൽ ഏരിയ ആണ് വരുന്നത്. അതിന് കേന്ദ്രത്തിന്റെ സമ്മതം വേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ആ സമ്മതവും ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. പ്രതിസന്ധി തുടരുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു മന്ത്രി ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിച്ച് BJPയുടെ ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചതും അത് അദ്ദേഹം പരസ്യമായി ഒരു പ്രസ്താവനയായിട്ട് പ്രതികരണമായിട്ട് പറയുകയും ചെയ്തത്. ഇതിലാണ് ഇപ്പോൾ പ്രതിപക്ഷം കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരിന് കേന്ദ്രത്തോട് ഈ സഹായം അഭ്യർത്ഥിക്കാൻ പോലും പറയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന ഒരു വാദമാണ്, ഒരു വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. രുജീഷ്, അതൊരു വിമർശനമായി തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ ഒരു മന്ത്രി ഇത്തരം ഒരു ആവശ്യത്തിന്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് കാണില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. മറ്റു വാർത്തകളിലേക്ക്. മുതലപ്പുഴയിൽ വള്ളത്തിൽ നിന്ന് കായലിൽ വീണ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. 42-കാരൻ പ്രവീണിനെയാണ് കാണാതായത്. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങവേ അപസ്മാരം വന്ന് കായലിൽ വീഴുകയായിരുന്നു. സനീറ്റ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സനീറ്റ, ഈ തെരച്ചിൽ നടത്തുന്നുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം?